ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ സയൻസ് പഠിക്കുന്ന ടൈമിൽ സെല്ലിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഒരു സെല്ലിൻ്റെ അകത്ത് കാണുന്ന കമ്പണൻസ് അതിനെ പറ്റിയിട്ടായിരിക്കും കൂടുതലും ഈ പറഞ്ഞ സെൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ഭാഗം തന്നെയാണ്. ആ ഭാഗത്തു നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഏതാണ് വൈറ്റമിൻസ് എന്നതും വളരെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. പിന്നീടാണ് നിങ്ങൾ പ്ലാന്റ്സിൻ്റെ കാര്യത്തിലേക്ക് പോവേണ്ടത്. അപ്പോൾ ഈ ഒരു ഓർഡർ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കാൻ ഇതേ പാറ്റേണിൽ തന്നെയാണ് നമ്മുടെ CC-യിൽ RRB NTPC ബാച്ചുകളും പോകുന്നത്. എക്സാമിന് മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിക്കൊണ്ട് എക്സാമിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പാകത്തിന് ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ബാച്ചാണ് RRB NTPC ലോങ് ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ RRB NTPC എക്സാമിന് സയൻസ് ഭാഗത്തു നിന്നും വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സയൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് പല ഡിഫറെൻറ്റ് ടോപ്പിക്സ് വരുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബയോളജി എന്ന് പറയുന്ന ഭാഗം. അതിലെന്താണ് ബോട്ടണിയും വരുന്നുണ്ട്, സുവോളജിയും വരുന്നുണ്ട് അല്ലേ, പ്ലാന്റ്സും ആനിമൽസും രണ്ടും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഭാഗത്തു നിന്നും വരാൻ സാധ്യതയുള്ള മുൻ വർഷം ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകളും കൂടി പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ബ്ലഡ് ഈസ് എ ടൈപ്പ് ഓഫ് ഡാഷ് ടിഷ്യൂ. ബ്ലഡ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ടിഷ്യൂ ആണ് എന്നാണ് ചോദ്യം. ബ്ലഡ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ടിഷ്യൂ ആണെന്ന് നോക്കിക്കേ. ഓപ്ഷനിൽ മസ്കുലാർ, ന്യൂറൽ, കണക്റ്റീവ്, എപ്പിത്തീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. ബ്ലഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. എന്താണ്? ഫ്ലൂയിഡ് ഫോമിലുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ് എന്ന് പറയുന്നത്. കണക്റ്റീവ് ടിഷ്യൂ എന്ന് വെച്ചാൽ എന്താണ്? ബേസിക്കലി പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൽസിനെയും ടിഷ്യൂസിനെയും ഒക്കെ തമ്മിൽ ഇന്റർകണക്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ എന്ന് വിളിക്കുക. അത് തന്നെ പല ഫോമിലുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഫ്ലൂയിഡ് ഫോമിൽ കാണുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ ഇസ് എ ടൈപ്പ് ഓഫ് ആനിമൽ ടിഷ്യൂ ദാറ്റ് സപ്പോർട്ട്സ്, ബൈൻഡ്സ്, കണക്ട്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ആൻഡ് ട്രാൻസ്പോർട്ട്സ് മെറ്റീരിയൽസ് ഇൻ ദ ബോഡി. ബോഡിയിൽ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതിനെ തമ്മിൽ ഇന്റർകണക്ട് ചെയ്യാനും ബൈൻഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന എന്താണ്? സെൽസിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ എന്ന് വിളിക്കുക. അത് മോസ്റ്റ്ലി അത് എങ്ങനെയായിരിക്കും? ലൂസ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു മാസ് ഓഫ് സെല്ലായിരിക്കും എന്ത് ഈ പറയുന്ന കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് ഈ പറയുന്ന ടിഷ്യൂസ് തന്നെ അതിൻ്റെ പല ഡിഫറെൻറ്റ് മെട്രിക്സിൻ്റെ ഫോമിൽ, ഇപ്പോൾ നമ്മുടെ എന്താണ് ബോൺസ് എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ബോൺസ് എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? ബോൺസ് എന്ന് പറയുന്നത് ബേസിക്കലി അതും ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബോണ്, കാർട്ടിലേജ്, ഇതെല്ലാം എന്താണ്? കണക്റ്റീവ് ടിഷ്യൂ തന്നെയാണ്. പക്ഷേ ഇതെല്ലാം എന്താ? സോളിഡ് ഫോം ആണ് അല്ലേ. സോളിഡ് ഫോം ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്, ഒരേ ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ് ഏത്? ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്താം. ബ്ലഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി, കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അൺഫെർട്ടിലൈസ്ഡ് എഗ്സ് ഓഫ് ഹ്യൂമൻ ക്യാരി. ഹ്യൂമൻസിൻ്റെ അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിൽ എന്തായിരിക്കും ഉണ്ടാവുക എന്നാണ് ചോദ്യം. എക്സ് ക്രോമസോം ആണോ? 2 X ക്രോമസോം ഉണ്ടാവുമോ? 1 X ക്രോമസോം ആയിരിക്കും ഉണ്ടാവുക? XY ക്രോമസോം ആയിരിക്കുമോ? അതോ ഒരു Y ക്രോമസോം മാത്രമായിരിക്കുമോ എന്നാണ് ചോദ്യം. ഇവിടെ കൃത്യമായി ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എഗ് ആണ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ്? എഗ് ആണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എഗ്ഗിനകത്ത് നമ്മൾ പ്രധാനമായും എന്താണ്? എഗ്ഗിനകത്ത് പ്രധാനമായും നമ്മൾ 1 X ക്രോമസോമാണ് കാണുന്നത്. നോർമലി ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ ആ സെല്ലിനകത്ത് എന്താണ്? 22 ജോഡി ക്രോമസോമും പ്ലസ് ഒന്നെങ്കിൽ ഒരു XX ക്രോമസോം ഉണ്ടാവും, അല്ലെങ്കിൽ 22 + XY എന്ന് പറയുന്ന ഫോർമാറ്റിലായിരിക്കും കാണുക. XX ആണെന്നുണ്ടെങ്കിൽ അതൊരു പെൺകുട്ടിയായിരിക്കും, XY ആണെങ്കിൽ അതൊരു ആൺകുട്ടിയും ആയിരിക്കും. ഇങ്ങനെയാണ് വരിക അല്ലേ. ഇതിൽ നിന്നും ഒരു എഗ്ഗോ അല്ലെങ്കിൽ സ്പേമോ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പെൺകുട്ടിയിൽ നിന്നും ഒരു എഗ്ഗ് ഫോം ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? അവിടെ 22 ക്രോമസോംസും ഒരു X ക്രോമസോമുമാണ് ഉണ്ടാവുക. ഒരു X ക്രോമസോമുമാണ് ഉണ്ടാവുക. എന്നാൽ ആൺകുട്ടിയിൽ നിന്നാണെങ്കിലോ 22 ക്രോമസോം, നമ്മൾ 22 ജോഡി എന്നല്ല പറയാം കേട്ടോ. 22 ക്രോമസോമും പ്ലസ് ഒരു
Y ക്രോമസോമുമാണ് ഉണ്ടാവുക. അത് ഒന്നുകിൽ ഒരു എന്താണ് പറയുക Y ക്രോമസോം ആവാം അല്ലെങ്കിൽ X ക്രോമസോം ആവാം, വാട്ട് എവർ. ഇതൊന്നും സ്പേം ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ Y ഉള്ള സ്പേം ആവാം അല്ലെങ്കിൽ X ഉള്ള ഒരു സ്പേം ആവാം അല്ലേ. ശരി, അപ്പോൾ ഒരു അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗാണ്, ഒരു എഗ്ഗാണ്. ഇത് അൺഫെർട്ടിലൈസ്ഡ് ആണെന്ന് വെച്ചാൽ എന്താ അർത്ഥം? സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടില്ല എന്നർത്ഥം അല്ലേ. ഈ എഗ്ഗ് ഒരു സ്പേമുമായി ഫ്യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, എക്സ് ഉള്ള സ്പേമുമായി ആണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു എക്സ് എന്ന് പറയുന്ന സെല്ലായി മാറും അല്ലെ, അത് പെൺകുട്ടിയായിട്ട് മാറും. ഈ എക്സ് എന്ന് പറയുന്ന എഗ്ഗ് ഒരു Y ഉള്ള സ്പേമുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത് എങ്കിൽ അതെന്തായി മാറും? അത് XY ആയി മാറും, അതൊരു ആൺകുട്ടിയായിട്ട് മാറും. മനസ്സിലായോ? അപ്പൊ സ്പേമിൽ തന്നെ 2 ടൈപ്പ് ഉണ്ടാവും, എക്സ് ഉള്ള സ്പേമും ഉണ്ട്, Y ഉള്ള സ്പേമും ഉണ്ട് അല്ലെ. ഈ എഗ്ഗ് എക്സ് ഉള്ള സ്പേമുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു പെൺകുട്ടിയായി മാറി, XX അല്ലെ. ഈ എക്സ് Y ഉള്ള സ്പേമുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതെന്താ? XY ആയി മാറി, ഒരു ആൺകുട്ടിയായി മാറി. അപ്പോൾ ഒരു കുട്ടിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അത് അച്ഛനാണ് എന്നാ പറയുക. കാരണം സ്പേമിൽ ഏത് ടൈപ്പ് ഓഫ് ക്രോമസോം ആണോ ആ ക്രോമസോം അനുസരിച്ചായിരിക്കും കുട്ടിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ ഒരു അൺഫെർട്ടിലൈസ്ഡ് എഗ് ആണ്, സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്യാത്ത ഒരു എഗ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ എഗ്ഗിൽ ഒരു X ക്രോമസോം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ശരിയല്ലേ? ഒരു X ക്രോമസോം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സോ നമ്മുടെ ആൻസർ എന്താ വരണ്ടേ? 1X ക്രോമസോം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. കിട്ടിയല്ലോ? ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കോൾഡ് ദി ആംഫീബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം? ഇത് പ്ലാന്റ്സിന്റെ ഭാഗത്ത് നിന്നും വന്നാണ്. ഇത്രയും നേരം നമ്മൾ സെൽസും ആനിമൽസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതെന്താണ്? പ്ലാന്റ്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പ്ലാന്റ് കിങ്ഡം അല്ലെ. പ്ലാന്റ്സിലെ ആംഫീബിയൻസ് എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ആംഫീബിയൻസ് എന്ന് വെച്ചാൽ എന്താ? ഉഭയജീവികൾ. വെള്ളത്തിലും ലാൻഡിലും ജീവിക്കാൻ പറ്റുന്നവരെയാണ് നമ്മൾ ഉഭയജീവികൾ അല്ലെങ്കിൽ ആംഫീബിയൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ പ്ലാന്റ്സിന്റെ അകത്തെ ആംഫീബിയൻസ് എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ജിംനോസ്പേംസ്, താലോഫൈറ്റ്, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്. കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇതിലെ ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആംഫീബിയൻസ് എന്ന് വിളിക്കുന്നത്. കാരണം അവർക്ക് ലാൻഡിലാണ് മേജർലി അവർ ജീവിക്കുന്നത്, പക്ഷേ അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വെള്ളം വേണം. അപ്പം 2 വിധത്തിലുള്ള സ്ട്രക്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇവർ ലൈഫ് എന്ന് പറയുന്നത് ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ബ്രയോഫൈറ്റ്സിനെ എന്ത് വിളിക്കുന്നുണ്ട്? ആംഫീബിയൻസ് ഓഫ് ദി പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നുണ്ട്. ദേ ലിവ് ഓൺ ലാൻഡ് ബട്ട് ദേ നീഡ് വാട്ടർ ഫോർ റീപ്രൊഡക്ഷൻ. ലാൻഡിലാണ് ജീവിക്കുന്നത്, പക്ഷേ എങ്കിലും റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് അവരുടെ ഗാമേറ്റ്സിന് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം. അപ്പോൾ അവരുടെ സ്പേം എന്ന് പറയുന്നത് മൊട്ടൈൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. എന്താണ് മൊട്ടൈൽ ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മൂവ് ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചർ ആണ് സ്പേം എന്ന് പറയുന്നത്. ഈ സ്പേമിന് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വെള്ളം എന്ന് പറയുന്ന ഒരു മീഡിയം വേണം. ഇങ്ങനെ വെള്ളം വഴി സ്വിം ചെയ്ത് മാത്രമേ ഈ സ്പേമിന് എഗ്ഗിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. സോ വാട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഫെർട്ടിലൈസേഷൻ പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്ലാന്റ്സ് കൂടുതലും അക്വാട്ടിക് ആയിരുന്നു. നമ്മുടെ പ്ലാന്റ്സിൻ്റെ ആ ഒരു ലീനിയേജ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമുണ്ടായ പ്ലാന്റ്സ്, ഭൂമിയിൽ ആദ്യമുണ്ടായ പ്ലാന്റ്സ് കൂടുതലും അക്വാട്ടിക് ആയിരുന്നു എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ അക്വാട്ടിക് ആയിട്ടുള്ള പ്ലാന്റ്സ് പിന്നീട് മാറ്റം വന്നത് പിന്നീട് ലാൻഡിലേക്ക് കോളനൈസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വെള്ളത്തിൽ നിന്നും ലാൻഡിലേക്ക് ആദ്യം വന്ന ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതും എന്തിനെ തന്നെയാണ്? ബ്രയോഫൈറ്റ്സിനെ തന്നെയാണ്. ദേ ആർ ദ ഫസ്റ്റ് പ്ലാന്റ്സ് ടു അഡാപ്റ്റ് ടു ലാൻഡ്. ലാൻഡിലെ ജീവിക്കാൻ വേണ്ടി മോഡിഫിക്കേഷൻ വന്നിട്ടുള്ള ആദ്യത്തെ പ്ലാന്റ് ഗ്രൂപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതും എന്തിനെയാണ്? ബ്രയോഫൈറ്റ്സിനെ തന്നെയാണ്. അവർക്ക് പക്ഷേ നമ്മുടെ ബാക്കിയുള്ള പ്ലാന്റ്സിനെ പോലെ, ജിംനോസ്പേംസിനെ പോലെ, ടെറിഡോഫൈറ്റ്സിനെ പോലെ ഒന്നും എന്താണ് ഈ പറഞ്ഞ വാസ്കുലർ ടിഷ്യൂസ്, സൈലം ഫ്ലോയം പോലുള്ള വെള്ളവും ഫുഡും ഒക്കെ എല്ലായിടത്തേക്കും എത്തിക്കാൻ പാകത്തിനുള്ള വാസ്കുലർ ടിഷ്യൂസ് ഒന്നും ഫോം ചെയ്തിട്ടില്ല. പക്ഷേ അവർ സ്റ്റിൽ ലാൻഡിൽ ജീവിക്കാൻ കൂടി മാറ്റങ്ങൾ വന്നവരാണ്. സോ ബ്രയോഫൈറ്റ്സ് ഓഫ് ദി പ്ലാന്റ് കിങ്ഡം എന്ന് നമ്മൾ വിളിക്കുന്നത്, ആംഫിബിയൻസ് ഓഫ് ദി പ്ലാന്റ് കിങ്ഡം എന്ന് നമ്മൾ വിളിക്കുന്നത് ഓപ്ഷൻ സി ബ്രയോഫൈറ്റ്സിനെയാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ്
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽ ഈസ് ഫൗണ്ട് ഇൻ പ്ലാന്റ് സെൽ ബട്ട് നോട്ട് ഇൻ ആനിമൽ സെൽ? പ്ലാന്റ് സെല്ലിലുണ്ട് എന്നാൽ ആനിമൽ സെല്ലിൽ ഇല്ല, അങ്ങനെ ഒരു സെൽ ഓർഗനൽ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസിൽ ക്ലോറോപ്ലാസ്റ്റ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ, റൈബോസോം. 4 ഓപ്ഷൻസ് ആണ് പറയുന്നത്. കൃത്യമായി ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ക്ലോറോപ്ലാസ്റ്റ് ആണ് അല്ലേ. കാരണം പ്ലാന്റ്സിനാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉള്ളത്. പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പ്രോസസ്സ് ഉള്ളത് പ്ലാന്റ്സിനാണ്. പ്ലാന്റ്സിന് എന്താ സൺലൈറ്റ് യൂസ് ചെയ്ത്, കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്ത്, ക്ലോറോഫിലിൻ്റെ പ്രസൻസിൽ വാട്ടർ യൂസ് ചെയ്ത് എന്തുണ്ടാക്കാം, അവർക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അല്ലേ. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് വിളിക്കുന്നത്. സോ അവർക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രീൻ കളർ പിഗ്മെന്റ് മോളിക്യൂൾ അവരുടെ ബോഡിയിലുണ്ട്. ആ ഗ്രീൻ പിഗ്മെന്റിനെയാണ് നമ്മൾ ക്ലോറോഫിൽ എന്ന് വിളിക്കുന്നത് അല്ലേ, ക്ലോറോഫിൽ എന്ന് വിളിക്കുന്നത്. ഈ ക്ലോറോഫില്ല് കാണുന്ന സ്ട്രക്ചറാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അത് പ്ലാന്റ്സിൽ മാത്രം കാണുന്ന ഒരു ഓർഗനലാണ്. എന്നാൽ ആനിമൽസിൽ അതുണ്ടോ? ഇല്ല, ആനിമൽസിൽ കാണാൻ സാധിക്കില്ല. ബാക്കിയുള്ള എല്ലാ ഓർഗനൽസിലും എല്ലാം ഈ പറയുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ, റൈബോസോം ഇതെല്ലാം എന്താ എല്ലാ വിധത്തിലുള്ള സെൽസിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സോ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഓക്കെ, ശരി. അടുത്ത് നോക്കാം. വിച്ച് ഈസ് ദി ഔട്ടർമോസ്റ്റ് കവറിംഗ് ഓഫ് ദ സെൽ ദാറ്റ് സെപ്പറേറ്റ്സ് ദ കണ്ടന്റ്സ് ഓഫ് ദ സെൽ ഫ്രം ഇറ്റ്സ് എക്സ്റ്റേണൽ എൻവയൺമെന്റ്? നമ്മുടെ അപ്പോൾ ഈ ഭാഗത്ത് ചോദിക്കുന്നത് ഏറ്റവും നമ്മുടെ സെല്ല് വരയ്ക്കുമ്പോൾ സെല്ലിന്റെ ഏറ്റവും ഔട്ട്സൈഡിലത്തെ കോട്ടിങ്ങിനെ, ആ എൻവലപ്പിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ഇതാണ് സെല്ലിന്റെ ഇന്റേണൽ എൻവയൺമെന്റിനെ എക്സ്റ്റേണൽ എൻവയൺമെന്റുമായി വേർതിരിക്കുന്ന സ്ട്രക്ചർ ആണ് അല്ലേ. അതിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസിനകത്ത് പ്ലാസ്മ മെംബ്രെയിൻ, ഓർഗനൽസ്, നെർവ് സെൽ, സ്മൂത്ത് മസിൽ സെൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ ഈസിയാണ്. പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ എൻവലപ്പ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇനി ഈ ഒരു രീതിക്കും ക്വസ്റ്റ്യൻ വരാം. ഈ പ്ലാസ്മ എൻവലപ്പ് എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് പ്രോട്ടീൻസും ഉണ്ട് പ്ലസ് ലിപ്പിഡ്സും ഉണ്ട്. പ്രോട്ടീൻസും ലിപ്പിഡ്സും രണ്ടും ചേർന്നാണ് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടായിരിക്കുന്നത് എന്നുകൂടി ഓർക്കുക. അതൊരു സെമി പെർമിയബിൾ സ്ട്രക്ചറാണ്. എല്ലാ കമ്പോണൻസിനെയും ഈസി ആയിട്ട് സെല്ലിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടൊന്നും അത് സമ്മതിക്കില്ല. വളരെ സെലക്റ്റീവായിട്ട് മാത്രം കമ്പോണൻസിനെ പാസ് ചെയ്യിക്കുന്ന ഒരു സ്ട്രക്ചറാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അത് ലിപ്പിഡ്സും പ്രോട്ടീൻസും രണ്ടും ചേർന്ന് ഉണ്ടാവുന്നതാണ്. ഇതാണ് ഔട്ടർ മോസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്നാൽ പ്ലാന്റ് സെൽ എന്ന് പറഞ്ഞ് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാസ്മ എൻവലപ്പിന് പുറമേ മറ്റൊരു സ്ട്രക്ചർ കൂടിയുണ്ട്. എന്താണ്? സെൽ വാൾ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട് അല്ലേ. സെൽ വാൾ എന്ന് പറയുന്ന സ്ട്രക്ചർ എന്താണ്? ആനിമൽ സെൽസിൽ ഉണ്ടാവില്ല. എന്നാൽ പ്ലാന്റ് സെൽസിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? സെൽ വാൾ ആണ്. സെൽ വാൾ കഴിഞ്ഞിട്ടായിരിക്കും ഈ പ്ലാസ്മ എൻവലപ്പ് കാണാൻ സാധിക്കുക. അതുകൂടി കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ സയൻസ് പഠിക്കുന്ന ടൈമിൽ സെല്ലിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഒരു സെല്ലിൻ്റെ അകത്ത് കാണുന്ന കമ്പണൻസ് അതിനെ പറ്റിയിട്ടായിരിക്കും കൂടുതലും ഈ പറഞ്ഞ സെൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ഭാഗം തന്നെയാണ്. ആ ഭാഗത്തു നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഏതാണ് വൈറ്റമിൻസ് എന്നതും വളരെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. പിന്നീടാണ് നിങ്ങൾ പ്ലാന്റ്സിൻ്റെ കാര്യത്തിലേക്ക് പോവേണ്ടത്. അപ്പോൾ ഈ ഒരു ഓർഡർ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കാൻ ഇതേ പാറ്റേണിൽ തന്നെയാണ് നമ്മുടെ CCയിൽ RRB NTPC ബാച്ചുകളും പോകുന്നത്. എക്സാമിന് മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിക്കൊണ്ട് എക്സാമിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പാകുന്ന ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ബാച്ചാണ് RRB NTPC ലോങ് ബാച്ച്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ലൈവ് ക്ലാസ്സുകൾ വഴി എത്തുന്നുണ്ട്. ലൈവ് ക്ലാസ്സുകളെല്ലാം റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് ആപ്പ് ത്രൂ കിട്ടുന്നുണ്ട്. അത് കൂടാതെ സെപ്പറേറ്റ് ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. ഓരോ ക്ലാസ്സിനെയും ബേസ് ചെയ്തിട്ടുള്ള PDF നോട്ട്സ്, പ്രീവിയസ് ഇയർ നമ്മുടെ PYQs കൂടാതെ എന്താണ് വീക്ക്ലി ഓരോ ഡെയിലി ഒക്കെ നിങ്ങൾക്ക് എന്താ മോക്ക് എക്സാംസും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ അടുത്ത RRB NTPC എക്സാം നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ബാച്ചിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ബോർഡ് നമ്പറിലേക്ക് വിളിച്ച് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.